തിരുവനന്തപുരം മലയിൻകീഴ് മുക്കുന്നിമലയിൽ കഴിഞ്ഞ കുറേയേറെ മണിക്കൂറുകളായി കനത്ത തീ പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആർമിയുടെ തന്നെ പല കേന്ദ്രങ്ങളുമുണ്ട്, പ്രവർത്തിക്കുന്ന സ്ഥലമാണ്. വായുസേനയുടെ റഡാർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു മലയാണ്. 1914 മുതൽ റിസർവ്ഡ് മേഖലയാണെന്നുള്ളതാണ്. ആ വനമേഖലയാണ് ഇപ്പോൾ കത്തി നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് തൊട്ട് താഴെയൊക്കെ തന്നെ ജനവാസ മേഖലയുണ്ട്. പലപ്പോഴും മുക്കുന്നിമല വാർത്തകളിലൊക്കെ ഇടം പിടിച്ചിട്ടുള്ളത് കരസേനയുടെ തന്നെ ഫയറിംഗ് പോയിന്റ് ഈ പ്രദേശത്തുണ്ട്. അവിടെ നിന്ന് ഇത്തരത്തിൽ വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ് വീടുകളിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അന്ന് വാർത്തകളിൽ നിറഞ്ഞ ആ പ്രദേശമാണ്, ആ കുന്നാണ് ഇപ്പോൾ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. കിലോമീറ്ററുകളോളം ഉള്ള പ്രദേശമൊക്കെ കത്തി അമരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. നമുക്കിപ്പോൾ ഈ ദൃശ്യത്തിൽ കാണാൻ പറ്റും. ഈ വനഭൂമിയിൽ കുരങ്ങുകളും അതേപോലെ മൃഗങ്ങളും ഒക്കെ ഉള്ള പ്രദേശമാണ്. അതാണ് ഇപ്പോൾ നിലവിൽ കത്തി അമർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാട്ടാക്കടയിൽ നിന്നും ചെങ്കൽച്ചൂളയിൽ നിന്നും അടക്കമുള്ള പ്രദേശങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തീ അണയ്ക്കുന്ന പ്രവൃത്തിയുമായി മുൻപോട്ട് പോകുന്നതെന്നുള്ളതാണ്. അത് മാത്രമല്ല, നാവികസേനയിൽ നിന്നും കരസേനയിൽ നിന്നും അടക്കമുള്ള ഉദ്യോഗസ്ഥർ, വ്യോമസേനയിൽ അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ പ്രദേശത്ത് ഇപ്പോൾ നിലവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഏക്കർ കണക്കിന് വരുന്ന പ്രദേശമാണ് ഈ മുക്കുന്നിമല എന്ന് പറയുന്നത്. തിരുവനന്തപുരത്തെ പ്രധാന ഈ കേന്ദ്രം കൂടിയാണ്. സേനകളെ സംബന്ധിച്ചുള്ള പ്രധാന കേന്ദ്രമാണ്. ഫയറിംഗ് സ്റ്റേഷൻ അടക്കം ഉള്ള പ്രദേശമാണ്. അവിടമാണ് ഇപ്പോൾ കത്തി അമർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുള്ളത്. എന്തായാലും സ്ഥിതിഗതികൾ ആർമി വിലയിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഈ പ്രദേശത്തോട് അടുത്ത് തന്നെ വായുസേനയുടെ തന്നെ റഡാർ സ്റ്റേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്രത്തോളം സുരക്ഷാ കേന്ദ്രം കൂടിയാണ്. ആ കേന്ദ്രത്തിനടുത്തുള്ള ഈ തീപിടുത്തം എന്തായാലും വളരെ വേഗം തന്നെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങളുമായി വ്യോമസേനയും അതേപോലെ തന്നെ കരസേനയും ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ഈ തീ കിലോമീറ്ററുകളോളം പ്രദേശം കത്തിച്ചാമ്പലാകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു എന്നുള്ളതാണ്. 3 ഇടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരാണ് ഇപ്പോൾ തീ അണയ്ക്കുന്ന പ്രവൃത്തിയുമായി മുമ്പോട്ട് പോകുന്നത്. കനത്ത ചൂടുള്ളതിനാൽ തന്നെ നമുക്കറിയാം അതിവേഗം തന്നെ തീ ആളിപ്പടരുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളതെന്നുള്ളതാണ്. തീ പടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അടിക്കാടുകളൊക്കെ വളരെ വലിയ രീതിയിൽ കത്തി അമർന്നുകൊണ്ട് ഇരിക്കുന്ന സ്ഥിതിവിശേഷമാണുള്ളത്.